നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ കന്നി അംഗം പെരമ്പൂരിൽ. ടി.വി.കെ യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയിരിക്കുന്നു. സായ്കുമാറാണ് ചേരുന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. സായ്കുമാർ, പല മണ്ഡലങ്ങളുടെയും പേരുകൾ കേട്ടിരുന്നു. ഇപ്പോഴത്തെ പെരമ്പൂരിൽ വിജയ് കന്നി അംഗത്തിന് ഇറങ്ങുകയാണ്. എന്തൊക്കെ ഘടകങ്ങളാണ് പാർട്ടി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്? തീർച്ചയായും വിനീത, ഇനി ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം വിജയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. ഇതിപ്പോൾ ഇന്ന് ടി.വി.കെയുടെ ഒരു യോഗം ചേർന്ന് ഇക്കാര്യത്തിലൊരു പ്രമേയം ഒറ്റക്കെട്ടായി പ്രമേയം പാസ്സാക്കുകയാണ് ഉണ്ടായത്. വടക്കൻ ചെന്നൈയിലെ പെരമ്പൂരിൽ വിജയ് മത്സരത്തിനിറങ്ങണം എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചുമതലയുള്ള നേതാക്കളടക്കം പങ്കെടുത്ത യോഗത്തിൽ ഇന്ന് പ്രമേയം പാസ്സാക്കിയത്. ആ പ്രമേയം ഒറ്റക്കെട്ടായി തന്നെ പാർട്ടി പ്രവർത്തകർ എല്ലാവരും കയ്യടികളോടെ പാസ്സാക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഘടകം ഇത് DMK 2021 ഏകദേശം 54,000 വോട്ടിന് വിജയിച്ച ഒരു മണ്ഡലമാണ്. അതിനു മുൻപ് ഒരു തുടർച്ചയായി പാർട്ടികൾ വിജയിക്കാത്ത പല പാർട്ടികളെയും പരീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പെരമ്പൂർ. അവിടെ തൊഴിലാളികളടക്കമുള്ള മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആളുകൾ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്നുണ്ട്. അവർക്കിടയിലൂടെ പ്രവർത്തിച്ച് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ടി.വി.കെ ലക്ഷ്യം കാണുന്നത്. അതോടൊപ്പം ടി.വി.കെ പ്രവർത്തകർക്ക് ആ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവർത്തകർക്ക് കൂടി ആവേശമുണ്ടാക്കുന്ന രീതിയിൽ അത് ഒരു മണ്ഡലമായി തിരഞ്ഞെടുക്കാൻ കാരണമായി എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും 2 മണ്ഡലങ്ങളിൽ വിജയ് മത്സരിച്ചേക്കും എന്നുള്ളൊരു സൂചനയുണ്ട്. അതിൽ ഒന്നാകാം പെരമ്പൂർ എന്നാണ് ഇപ്പോൾ കാണുന്നത്. മറ്റേത് മണ്ഡലം എന്നുള്ളത് ഇനി തീരുമാനം എടുക്കേണ്ടതുണ്ട്. എന്തായാലും 2021 നല്ല ഭൂരിപക്ഷത്തിൽ DMK വിജയിച്ചൊരു മണ്ഡലം കൂടിയാണ്. 2016 പക്ഷേ AIADMK ആണ് അവിടെ ജയിച്ചത്. അന്ന് 519 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. 2011 CPIM കൂടി വിജയിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിൽ 17,421 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് CPM നേതാവായ സൗന്ദരരാജൻ വിജയിച്ചത്. റെയിൽവേ കോളനികളും അതോടൊപ്പം സംഘടിത തൊഴിലാളികളും പൊതുമേഖലാ തൊഴിലാളികളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സജീവ ചർച്ചയാക്കിക്കൊണ്ട് അവരിലൊരാളായി താൻ മാറും എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇളയ ദളപതിയുടെ കന്നി അംഗം പെരമ്പൂരിലാണ്. ടി.വി.കെ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വമ്പൻ റാലികൾ ഉൾപ്പെടെയുമായി പ്രചാരണത്തിൽ സജീവമാക്കാനാണ് ടി.വി.കെയുടെ തീരുമാനം.